RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം വരാനിരിക്കെ കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തുകയും ഇൻഡെക്സ് 0.39% ഇടിഞ്ഞ് 23,603 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 3,549 കോടി രൂപയുടെ സെല്ലിംഗാണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,721 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഈ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഹീറോ മോട്ടോർ കോർപ്പ്. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5% വർദ്ധിക്കുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 12% വർദ്ധിക്കുകയും ചെയ്തു. 9,724 കോടിയിൽ നിന്നും റവന്യൂ 10,211 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 1,073 കോടിയിൽ നിന്നും 1,203 കോടിയിലേക്ക് എത്തി. എബിറ്റ 8.4% ഇംപ്രൂവ് ആയപ്പോൾ എബിറ്റ മാർജിൻ 14% നിന്നും 14.5% ഉയർന്നു. FMCG സെക്ടറിലെ ITCയുടെ ക്വാർട്ടർലി റിസൾട്ട് ഏകദേശം സ്റ്റാഗ്നൻ്റ് ആണ്. ITCയുടെ റവന്യൂ 8.45% വർദ്ധിച്ച് 16,864 കോടിയിൽ നിന്നും 18,290 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 1% വർധനവ് മാത്രമാണ് ഉണ്ടായത്. 5,572 കോടിയിൽ നിന്നും 5,638 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. എബിറ്റ 1.5% വർദ്ധിച്ച് 5,739 കോടിയിൽ നിന്നും 5,828 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 7.9% വർദ്ധിച്ച് 4,286 കോടിയിൽ നിന്നും 4,593 കോടിയിലേക്ക് എത്തി. എബിറ്റ 2.9% വർദ്ധിച്ച് 821 കോടിയിൽ നിന്നും 845 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 19% നിന്നും 18.4% കറക്റ്റ് ആവുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റിൽ 4% വർധനവാണ് ഉണ്ടായത്. 586 കോടിയിൽ നിന്നും 582 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. അതേസമയം എബിറ്റ മാർജിൻ 19.3% നിന്നും 18.4% ഇടിഞ്ഞത് ഒരു നെഗറ്റീവ് റിമാർക്കാണ്. ഭാരതി എയർടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. റവന്യൂ 8.8% വർദ്ധിച്ച് 41,473 കോടിയിൽ നിന്നും 45,129 കോടിയിലേക്ക് എത്തി. 43,955 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 12.6% ഉയർന്നപ്പോൾ എബിറ്റ മാർജിൻ 52.7% നിന്നും 54.5% ഉയർന്നു. മാർക്കറ്റ് 54%-നടുത്തുള്ള എബിറ്റയാണ് പ്രതീക്ഷിച്ചത്. അപ്പോളോ ട്യൂബ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 32% ഇടിഞ്ഞു. 421 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 337 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 497 കോടിയിൽ നിന്നും 337 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിയുകയും ചെയ്തു. എബിറ്റ മാർജിൻ 18.3% നിന്നും 13.7% ഇടിയുകയും എബിറ്റ 1,040 കോടിയിൽ നിന്നും 947 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. മദർസൺ സുമിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 8.8% വർദ്ധിച്ച് 2,114 കോടിയിൽ നിന്നും 2,300 കോടിയിലേക്ക് എത്തി. എബിറ്റ 9% ഇടിഞ്ഞ് 262 കോടിയിൽ നിന്നും 238 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 12.4% നിന്നും 10.3% എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 168 കോടിയിൽ നിന്നും 140 കോടിയിലേക്ക്, അതായത് 16.6% ഇടിയുകയും ചെയ്തു. ബികാജി ഫുഡ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 38% ഇടിഞ്ഞു. 46 കോടിയിൽ നിന്നും 28 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. 49 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 12% നിന്നും 7.8% ഇടിയുകയും എബിറ്റ 26%, അതായത് 75 കോടിയിൽ നിന്നും 55 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. 694 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 715 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. റവന്യൂവിൽ 14.5% വർധനവുണ്ടായി. മോശം റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കാണ് PI ഇൻഡസ്ട്രീസ്. PI ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 16.5% ഇടിഞ്ഞു. 449 കോടിയിൽ നിന്നും 337 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. റവന്യൂ 1,898 കോടിയിൽ നിന്നും 1,901 കോടിയിലേക്ക് ഉയർന്നപ്പോൾ എബിറ്റ 7.5% ഇടിയുകയും എബിറ്റ മാർജിൻ 29.2% നിന്നും 26.9% ഇടിയുകയും ചെയ്തു. ഇലക്ട്രോണിക്സ് ഗുഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയായ PG ബ്ലാസ്റ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്.
19 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 39 കോടിയിലേക്ക് ഉയർന്നു. 30 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 7.9% നിന്നും 8.8% ഉയരുകയും എബിറ്റ 42 കോടിയിൽ നിന്നും 85 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 81% വർദ്ധിച്ച് 532 കോടിയിൽ നിന്നും 968 കോടിയിലേക്ക് എത്തി. സൊനാറ്റ സോഫ്റ്റ്വെയറിൻ്റെ റവന്യൂവിൽ 31% വർധനവുണ്ടായി. 2770 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 2843 കോടിയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു. അതേസമയം പ്രോഫിറ്റ് 1.4% ഇടിയുകയും എബിറ്റ മാർജിൻ 6.7% നിന്നും 4.6% ഇടിയുകയും എബിറ്റ 144 കോടിയിൽ നിന്നും 131 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പ്രോഫിറ്റ് 27% ഇടിഞ്ഞു. 244 കോടിയിൽ നിന്നും 176 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. മാർജിൻ 29.35 നിന്നും 20.69 ഇടിയുകയും എബിറ്റ 237 കോടിയിൽ നിന്നും എബിറ്റ 310 കോടിയിൽ നിന്നും 237 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പ്രോഫിറ്റിനെയും മാർജിനും എബിറ്റയും ഇടിഞ്ഞത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഡീസൻ്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്ക് TD പവർ സിസ്റ്റമാണ്. TD പവർ സിസ്റ്റത്തിൻ്റെ റവന്യൂ 44% ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 50% വർദ്ധിച്ചു. എബിറ്റ മാർജിൻ 16.4% നിന്നും 17.5% ഉയരുകയും എബിറ്റ 40 കോടിയിൽ നിന്നും 61 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. കമ്പനി 39 കോടിയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. LIC, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ, ഓയിൽ ഇന്ത്യ, 3M ഇന്ത്യ, ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, ആർക്കെയിൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, അക്സോ നോബൽ ഇന്ത്യ, ആൽക്കം ലബോറട്ടറീസ്, ആസ്ട്ര മൈക്രോവേവ്, ചോളമണ്ഡലം ഫിനാൻസ് ഹോൾഡിംഗ്സ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്ന്, ഭാരതി എയർടെലിനെയും ഇൻഡസ് ടവർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഭാരതി എയർടെൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 4000-ഓളം ടവറുകൾ ഇൻഡസ് ടവറിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഭാരതി എയർടെലിൻ്റെ 12,700 ടവറുകൾ 2,174 കോടി രൂപയ്ക്കും ഭാരതി ഹെക്സാകോമിൻ്റെ 3,400 ടവറുകൾ 1,134 കോടി രൂപയ്ക്കുമാണ് ഇൻഡസ് ടവറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഇൻഡസ് ടവർ 3,309 കോടി രൂപ ഭാരതി എയർടെലിന് ഹാൻഡ് ഓവർ ചെയ്യും. ഈ ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാം. ITCയെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ഒന്ന്, ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല എങ്കിലും ITC ആംബിൾ ഫുഡ് ആൻഡ് മീറ്റ് ആൻഡ് സ്പൈസ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ITC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമ്പനി സോളാർ പവർ വീലിംഗ് പ്രോജക്റ്റിൽ 5.15 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനി കോർ ഡയഗ്നോസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വക്രാങ്കി എന്ന കമ്പനി ടാറ്റ AIGയുടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ, അതായത് ടാറ്റ AI ഗ്രൂപ്പുമായി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സൺ TV എന്ന കമ്പനി അല്ലെങ്കിൽ സൺ TV നോർത്തേൺ സൂപ്പർ ചാർജസ് ക്രിക്കറ്റ് ഫ്രാഞ്ചൈസിയെ 100 മില്യൺ രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സൺ TV എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതുകൊണ്ട് വേദാന്ത എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. അദാനി ഗ്രൂപ്പിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നത് അദാനി പവറാണ്. അദാനി പവറിന് ക്രിസിൽ എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റേബിളിൽ നിന്നും പോസിറ്റീവ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി APNGL ഹരി അമൃത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് എനർജി പ്രോജക്റ്റുകൾ, അതായത് സോളാർ, വിൻഡ്, ഹൈബ്രിഡ് പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. KRBL എന്ന കമ്പനി ഇന്ത്യ ഗേറ്റ് അപ്ലൈഫ് എന്ന സബ് ബ്രാൻഡിന് കീഴിൽ എഡിബിൾ ഓയിൽ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലെത്തിക്കുന്നു. അതുകൊണ്ട് KRBL എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 10. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.